വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ് ഹണിമൂൺ ട്രിപ്പ് പോയ മൂന്നാറിലേക്ക് പറന്ന സച്ചിക്ക് രേവതിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? അതിൻ്റെ ത്രില്ലിംഗ് കഥയാണ് ഇന്നത്തെ ചെമ്പന്നീർ പൂവിലുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി ഓൾറെഡി ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, നാളെ രാവിലെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര മുടക്കാൻ നോക്കിയാലും അത് നടക്കില്ല. അമ്മായിയമ്മ സ്വഭാവം എടുക്കാതെ അമ്മയെപ്പോലെ പെരുമാറി ഞങ്ങളെ നല്ല രീതിയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാൻ അനുഗ്രഹിച്ച് അയക്കണം എന്നൊക്കെ പറയുകയാണ് സച്ചി ചന്ദ്രമതിയോട്. രേവതിയോട് പറയുന്നത്, വാ രേവതിയെ നമുക്ക് കിടക്കാന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചിട്ടിരിക്കുകയാണ് രവീന്ദ്രൻ. അവർ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ചെറിയ കുട്ടികളുടെ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയുന്നത്, ചന്ദ്രയെ വയറ് നിറയെ കിട്ടിയില്ലേ, ഇനി ബാ കിടക്കാന്ന് പറഞ്ഞിട്ട് ചന്ദ്രേനെയും കൂട്ടിയിട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ലക്ഷ്മി, അതായത് രേവതിയുടെ അമ്മ, ഫോൺ വിളിക്കാണ്ട്, മോളെ പൂ നീ പറഞ്ഞിടത്തൊക്കെ കൊടുത്തു, ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കടയിലേക്ക് പോകാൻ ഇറങ്ങാണ്. ദേവു, അപ്പോൾ ദേവുവിന് പോകേണ്ട അമ്മ ചോദിക്കും, ആ ദേവു ജോലിക്കും ഞാൻ കടയിലേക്കും പോവും, രണ്ടാളും നല്ല സൂക്ഷിച്ച് പോയിട്ട് വരണം, നിങ്ങൾ രണ്ടാളും പോയി തിരിച്ചു വരണവരെ എൻ്റെ മനസ്സിലൊക്കെ തീയാണെന്ന് പറയുമ്പോൾ രേവതി പറയണേ, എന്തിനാ അമ്മ പേടിക്കണേ, എൻ്റെ കൂടെ സച്ചിയേട്ടനില്ലേ, സച്ചി ഉള്ളതാണ് എനിക്ക് മനസ്സിലേക്ക് ഒരു ആശ്വാസം എന്നൊക്കെ പറയണേ ലക്ഷ്മി. അപ്പോൾ ദേവു പറയണ, രേവതി ചേച്ചി സച്ചേട്ടാ ഹാപ്പി ജേർണി പറയണോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി, എന്നാൽ ഞങ്ങൾ പോയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറയണ രേവതി. അങ്ങനെ അവർ പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ പണിയെടുത്ത് രാവിലെ അടുക്കളയിൽ കയറി പണിയെടുത്ത് വയ്യാതിരിക്കാൻ. അപ്പോൾ ശ്രുതിയും കൂടിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പറയണം, അയ്യോ നിങ്ങൾ എവിടേക്കും പോകണം, ശ്രുതി നീ ഇന്ന് പോകണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ പണികൾ മുഴുവനൊന്നും എടുക്കാൻ വയ്യ, ശ്രുതി നീ പോകണ്ട, നീ ഇവിടെ നിൽക്കുക, എന്നെ സഹായിക്കാൻ പറയണം. അയ്യോ ആൻറ്റിക്ക് പോവാതിരിക്കാൻ പറ്റില്ല കേട്ടോ ആൻറ്റി, ഓഫീസിലെ അക്കൗണ്ട്സ് നോക്കാനുണ്ടെന്ന് പറയണ ശ്രുതി. എന്ത് പറഞ്ഞാലും ശരി നീ പോകണ്ട പറയുമ്പോൾ, പറ്റില്ല ആൻറ്റി, പോകാണ്ടിരിക്കാൻ പറ്റില്ല പറയുമ്പോൾ, ആ എല്ലാ പണിയും കൂടി ഞാൻ ചെയ്തിട്ട് എൻ്റെ നടു ഒടിയാറായി, എനിക്ക് വയ്യ എല്ലാം കൂടി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി പരാതിപ്പെട്ടി തുറക്കുമ്പോഴാണ് രേവതി സച്ചിയും കൂടി പെട്ടി എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരുടെ കയ്യിലുള്ള വലിയ പെട്ടി കാണുമ്പോൾ ശ്രുതി പറയണേ, ഇതെന്താണ് ഇത്രയും വലിയ പെട്ടിയൊക്കെ, നിങ്ങൾ 2 ദിവസത്തേക്ക് ടൂർ എന്നല്ലേ പറഞ്ഞു, ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരാനുള്ള പ്ലാനിങ് ഇല്ലയെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ സച്ചി പറയും, 2 ദിവസം വേണം 4 ദിവസം വേണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ പോയി, ഞങ്ങൾ തോന്നുമ്പോൾ തിരിച്ചു വരും, നീ ആരുടെ ചോദിക്കാന്ന് ചോദിക്കണം. അപ്പോൾ ശ്രുതി പറയണം, അതൊന്നും ഇവിടെ നടക്കില്ല, നിങ്ങൾക്ക് തോന്നുമ്പോൾ വരവും പോക്കൊന്നും നടക്കില്ല, അല്ലേ അമ്മയെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണമൊന്നും പറയണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ പറയണ്ട, അച്ഛാ ഞങ്ങൾ ഇറങ്ങാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർ പരിഹസിക്കുകയാണ്, ഓ നിങ്ങളിപ്പോൾ മൂന്നാറിലേക്കല്ലേ പോകണം, അല്ലാണ്ട് അമേരിക്കയിലേക്കൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുകയാണ് ശ്രുതി. അപ്പോൾ പറയണം, അവിടേക്ക് നീ മൂന്നാർക്കെങ്കിലും പോയിൻ്റെ ശ്രുതിയെ ചോദിക്കുകയാണ് രേവതി. അപ്പോൾ ഞങ്ങളും പോവും എന്ന് പറയാണ് ശ്രുതി പറയും, ഞങ്ങളും പോവും എന്ന് പറയാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ വന്ന, ആ മക്കളെ നിങ്ങൾ ഇറങ്ങായോ, സൂക്ഷിച്ച് പോകണം കേട്ടോ, ഇവൻ മൂന്നാർക്കൊന്നല്ല പോകണ്ടാവുക, ഇവൻ വെള്ളമടിച്ച് ഫിറ്റായി വല്ല ബാറിലും കയറി തല്ലുണ്ടാക്കാനാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി സച്ചിനെ കളിയാക്കാണ്. ഡാ നീ വല്ലാണ്ട് കളിയാക്കണ്ട, എങ്ങനെ പോകണം എന്ത് വേണം എന്നൊക്കെ എനിക്ക് അറിയാടാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ശ്രുതിയോട് ചൂടാവാണ്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞാൽ, സൂക്ഷിച്ച് പോകണം, രേവതി വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങിയിട്ടില്ല, അറിയാലോ, അവളെ ശ്രദ്ധിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നൊക്കെ പറഞ്ഞു, ഞാൻ അവളെ കൈ വിടാതെ പിടിച്ചോളാം അച്ഛന്നൊക്കെ പറയണം. അല്ല പറഞ്ഞു എന്ന് മാത്രം, എന്തായാലും രണ്ടാളെ സന്തോഷമായിട്ട് പോയിട്ട് പോകാൻ പറഞ്ഞിട്ട് രവീന്ദ്രൻ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കും. സച്ചി പറയണ, വേണ്ട അച്ഛാ, പൈസയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞപ്പോൾ, അല്ലടാ ഇതെൻ്റെ ഒരു സന്തോഷത്തിനാണ്, നിങ്ങൾ എന്തായാലും അടിച്ചു പൊളിക്കാൻ പോവല്ലേ, ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ നിറഞ്ഞ സ്നേഹത്തോടുകൂടി മകന് സമ്മാനമായിട്ട് അവർക്ക് പൈസ കൊടുക്കണം. ഇതൊന്നും കാണുമ്പോൾ തീരെ സഹിക്കാതെയാണ് ശ്രുതിയും ചന്ദ്രമതിയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്ര പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി എന്തോ കൊനിഷ്ടത്തരം പറഞ്ഞപ്പോൾ പറയാണ് അച്ഛനോട്, അച്ഛാ മരുന്ന് കഴിക്കണം അച്ഛാ, നേരത്തും കാലത്തും മരുന്ന് കഴിക്കണം അച്ഛാ പറയാണ്. രേവതി, മരുന്ന് കഴിക്കണം, ഭക്ഷണം കഴിക്കണം, ഒന്നും മുടക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയണം, ഓ എന്താ അവളുടെ അഭിനയം, അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഞാനിവിടെ ഒക്കെ ഉണ്ട്, ഓ നീയല്ലേ ഇപ്പം എല്ലാം ശുശ്രൂഷിക്കണം പറയുമ്പോൾ രവീന്ദ്രൻ പറയാം, എന്തിനാ ചന്ദ്രയെ പോകണം നേരത്ത് അവരിങ്ങനെ വിഷമിപ്പിക്കണം, രേവതി തന്നെയല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം, അതുകൊണ്ടല്ലേ അവൾ പറയുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞ അവരെ യാത്ര അയച്ചൂടെ ചോദിക്കുമ്പോൾ സച്ചി പറയണം, അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട അച്ഛാ, അങ്ങനെ ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറയാണ്. എന്തായാലും ഞങ്ങൾ ഇറങ്ങാം അച്ഛാ, പോവാ അമ്മയെ പോവാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങുമ്പോൾ രവീന്ദ്രൻ വീണ്ടും പറയണ്ട, മോനെ സൂക്ഷിക്കണം, രേവതിനെ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഇറങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, അവിടെ പോയിട്ട് വിളിക്കണം, മെസ്സേജ് ഇടണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ട രവീന്ദ്രൻ. അങ്ങനെ അവർ ഇറങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വർഷി ശ്രീകാന്തും സച്ചേട്ടാ രേവതിജി വിളിച്ചിട്ട് ഓടി വരും. എന്തായാലും നിങ്ങൾ ഇറങ്ങാല്ലേ, സന്തോഷമായിട്ട് പോയിട്ട് വാ, പിന്നെ സച്ചേട്ടാ ഹണിമൂൺ കല്യാണം കഴിഞ്ഞ് 1 വർഷമായെന്ന് വിചാരിച്ചിട്ടേ
ഹണിമൂൺ ട്രിപ്പിലൊന്നും ഒരു കുറവും വരുത്തണ്ട കേട്ടോ, അതൊക്കെ അടിച്ചു പൊളിച്ച് നടന്നോട്ടെ പറയണ ശ്രീകാന്ത്. ഒന്ന് പോടാ പറയണം. അപ്പോൾ വർഷം വന്നിട്ട് രേവതി ചേച്ചിയോട് പറഞ്ഞിട്ട് പറയണം, രേവതി ചേച്ചി പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുത്ത് അയച്ചു തരണിട്ട് എനിക്കെന്നൊക്കെ പറയുമ്പോൾ ഓ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് സച്ചി രേവതിയും കാറിൽ കയറിയിട്ട് ടാറ്റ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇവർ പോണോടുകൂടി രവീന്ദ്രൻ കരയാണ്. രവീന്ദ്രൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നത് കണ്ട വർഷയും ശ്രീകാന്ത് വിളിച്ചിട്ട് എന്താ അച്ഛാ ചോദിക്കും. ശ്രീകാന്തേ ഒന്നുമില്ല പറയുമ്പോൾ എന്തിനാ അച്ഛാ കരയണേ, അങ്കിൾ എന്തിനാ കരയണേ, അവർ മൂന്നാർക്കല്ലേ പോയിക്കണേ, കുറേ ദൂരത്തേക്കൊന്നല്ലല്ലോ, അവർ തിരിച്ചു വരുള്ളൂ അങ്കിൾ എന്തിനാ വിഷമിക്കണേ, അവരെ അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറയണേ. ശരിയാണ്, എനിക്ക് എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ട്, നീയുണ്ട്, വർഷയുണ്ട്, ശ്രുതിയുണ്ട്, ചന്ദ്രയുണ്ട്, പക്ഷെ എൻ്റെ സച്ചിമോൻ എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നലാന്ന് പറഞ്ഞിട്ട് കരയാണ് രവീന്ദ്രൻ. അത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു അച്ഛനും മകനും നമ്മളുടെ ഒരു അറ്റാച്ച്മെൻ്റ് ആട്ടോ നമുക്ക് മനസ്സിലാവണം. അത് കേൾക്കുമ്പോൾ ശ്രീകാന്തിനും വർഷയ്ക്കും ഭയങ്കര വിഷമമാണ്. അവർ പറയണ വിഷമിക്കേണ്ട അങ്കിൾ, അവർ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരില്ലേ എന്ന് പറഞ്ഞിട്ട് വർഷ രവീന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് രേവതിയുടെ വീട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നറിയോ, അത് ഭയങ്കര ഒരു സംഭവമാണ്. ദേവുവിൻ്റെ കാമുകന് ഇരുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3 മണിക്കാണ് അവർ മീറ്റ് ചെയ്യാൻ മനക്കണ, പാർക്കിൽ വെച്ചിട്ട് 3 മണിക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് റിപ്ലൈ വരുന്നുണ്ട്. ഇവൾ തിരിച്ച് റിപ്ലൈ അയക്കുമ്പോൾ പെട്ടെന്ന് ലക്ഷ്മി വന്നിട്ട് ചോദിക്കണം, മോളെ നീ ഇറങ്ങിയില്ലേ ഇതുവരെ ചോദിക്കണം. അപ്പോൾ ഉമ്മറത്ത് ബാഗൊക്കെ പിടിച്ചിട്ട് ഇരുന്നിട്ടാണ് ദേവ് മെസ്സേജ് അയക്കുന്നത്. ഇറങ്ങാൻ അമ്മയെ മറ്റേ ദേവ് പെട്ടെന്ന് ബാഗ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലക്ഷ്മി പറയണ, ഇതേ ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കുക, ഈയിടെയായിട്ട് നിനക്ക് ഫോണിൽ ഇത്തിരി കളി കൂടുതൽ, എപ്പം നോക്കിയാലും ഫോണിലാന്നൊക്കെ പറയുമ്പോൾ അത് അമ്മ അക്കൗണ്ട്സ് ഒക്കെ ഞാനല്ലേ നോക്കണം, അപ്പോൾ അതൊക്കെ കുറച്ച് ഫോണിൽ അയച്ചു തരും, അത് നോക്കുക അമ്മയെന്നൊക്കെ പറയണം. ശരി പറഞ്ഞിട്ട് ദേവ് പറയണ ശരി അമ്മ ഞാൻ പോകാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി യാത്ര പറഞ്ഞിട്ട് പോകുമ്പോൾ ഒന്നും കൂടി ഒരു കള്ളത്തരം ചെയ്ത കുട്ടിയുടെ പോലെ ലക്ഷ്മീനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിക്ക് എന്തോ മനസ്സിലായ പോലെയാണ് മകൾ പോയ വഴിക്ക് ലക്ഷ്മി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് സച്ചി രേവതി ഇറങ്ങി അവർ പോയല്ലോ. അവരുടെ കാറ് എന്തോ ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ള കാരണം മഹേഷിൻ്റെ കൂട്ടുകാരൻ്റെ ജീപ്പ് എടുത്തിട്ടാണ് അവർ പോയേക്കുന്നത്. അപ്പോൾ രേവതിയോട് ചോദിക്കേണ്ടത് സച്ചി, രേവതി കാർ എങ്ങനെയുണ്ട്, വണ്ടി എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ ജീപ്പ് എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് സച്ചേട്ടാ, പക്ഷെ നമുക്ക് നമ്മുടെ കാറിനെ മതിയായിരുന്നു, ഇത് പുതിയതല്ലേ, ഇതൊക്കെ നമുക്ക് റിസ്ക് അല്ലേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയണ, ഇല്ല രേവതി ഞാനല്ലേ ഓടിക്കണേ, സച്ചിയേട്ടാ സൂക്ഷിച്ച് ഓടിക്കണേ എന്നൊക്കെ പറയണേ. പിന്നല്ലാണ്ട് ഞാൻ വിളിച്ചില്ല സച്ചിയേട്ട അത്ര സ്പീഡിലൊന്നും പോകണം, നീ ഒന്നും മിണ്ടാതിരുന്നത് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവരിങ്ങനെ യാത്ര ഇങ്ങനെ പോകുമ്പോൾ രേവതി ഇങ്ങനെ പുറത്തേക്ക് കാഴ്ചകൾ നോക്കിയപ്പോൾ സച്ചി പറയാണ്, രേവതിയെ നമ്മൾ ആദ്യമായിട്ട് എന്നാ പുറത്തേക്ക് പോയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം നമ്മൾ മിണ്ടിയായിരുന്നില്ലല്ലോ, അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഒരുമിച്ച് എവിടേക്കാ ചോദിക്കുമ്പോൾ പറയും മാർക്കറ്റിലേക്ക് മ്യൂണിക്കാ. അതൊക്കെ ഒരു യാത്രയാണ്, വേറെ എവിടേക്കാ പോയിക്കണേ ചോദിക്കുമ്പോൾ വേറെ ഇപ്പം എവിടേക്കാ പോണേ, ഇവിടേക്കല്ലേ വന്നേക്കണേന്ന് പറയാണ്. അല്ല നമ്മൾ അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ടില്ലേ, അച്ഛമ്മയുടെ വീട്ടിൽ പോണേ, അത് അച്ഛമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു, നിങ്ങളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി നിങ്ങളതിനെ കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് മെരിക്ക എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ തന്ന ടാസ്ക് ആയിരുന്നു എനിക്കത്. എന്നിട്ട് നീ മെരിക്ക എടുത്തു, പക്ഷെ സച്ചിയേട്ടൻ്റെ ഒരു സ്വഭാവം മാത്രമേ എനിക്ക് മാറ്റാൻ പറ്റിയില്ല പറയുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഈ മൂക്കിൻ തുമ്പത്തുള്ള ദേഷ്യം പറയുമ്പോൾ സച്ചി ചിരിക്കുകയാണ്. അങ്ങനെ രേവതി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സച്ചി പറയാം, അതേ പുറത്തേക്ക് മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ മുഖത്തേക്കും കൂടി ഒന്ന് നോക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ രേവതി പറയണേ, സച്ചിയേട്ടനെ ഞാൻ എന്നും കാണാനല്ലേ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണാനല്ലേ, ഇനിയിപ്പോൾ എനിക്കിത് കാണാൻ പറ്റില്ല, ഞാൻ ഒന്ന് കാണട്ടെ സച്ചിയേട്ടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ യാത്രകൾ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് കാറും കൊണ്ട് പോകാൻ കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ അവർക്കൊരു റൊമാൻറ്റിക് ഒരു പ്രണയഗാനൊക്കെ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് മനസ്സിലൊക്കെ ഇങ്ങനെ വരും. രണ്ടുപേരും ആ ഒരു മൂഡിലിരിക്കുന്ന സമയത്ത് സച്ചി പറയണത് നമുക്കൊന്ന് പുറത്തിറങ്ങി ഒന്ന് പ്രേമിച്ചിട്ട് പോകും രേവതി പറയുമ്പോൾ ശരി പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ മുഖം വാടി. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, സച്ചിയേട്ടാ അല്ല ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സിന് അമ്മയും ദേവും കൂടി പൂ കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നിപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ, ഒരു ദിവസം എങ്ങനെ ഒരു കസ്റ്റമർ മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം പോകും, അത് ശരിയല്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണട്ടോ എന്നൊക്കെ പറയാണ്. അയ്യോ അത് ശരിയാ, കസ്റ്റമർ പോയി കഴിഞ്ഞാൽ കച്ചവടം മുടങ്ങും, ചിലപ്പോൾ ഒരു കസ്റ്റമർ എല്ലാ കസ്റ്റമർ പോകുന്നൊക്കെ പറയുമ്പോൾ ആണോ ഒന്ന് നമുക്ക് ഇപ്പം തന്നെ തിരിച്ചു പോകാൻ പറയാം. എൻ്റെ രേവതിയെ ടൂറ് വന്ന സമയത്തെങ്കിലും നീ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ എൻ്റെ കൂടെ ഒന്ന് നടക്കുന്നുണ്ട് രേവതി എന്ന് പറയണം. ശരി എന്ന് പറയണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സച്ചി എന്തോ ഒരു കാര്യം പറയുമ്പോൾ വീട്ടിലത്തെ കാര്യം പറയുമ്പോൾ അയ്യോ അച്ഛൻ മരുന്ന് കഴിച്ചാണോ, സച്ചിയേട്ട ഒന്ന് വിളിച്ചു നോക്കിയെന്ന് പറയണം. ഞാൻ തോറ്റു, ഞാൻ ഇവളെ കൊണ്ട്, ഞാനല്ലാണ്ട് അതൊക്കെ സംസാരിക്കുമോ, നിന്നെ കൊണ്ടുവന്ന് എന്നെ വേണം തല്ല, മിണ്ടാതിരിക്കുമോ ഒന്ന് ദയവിതിട്ട്, ഇവിടെ വരുമ്പോഴെങ്കിലും നീ ആ ചിന്തകളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റി എൻ്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി രേവതിയോട്. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി കൈകോർത്ത് പിടിച്ച് പ്രണയ ജോഡികളെ പോലെ അവരിങ്ങനെ എല്ലാ മലനിരകളും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. എന്നിട്ട് രേവതിയുടെ ചിന്ത അപ്പോഴും വീണ്ടും വീട്ടിലേക്ക് പോകുമ്പോൾ സച്ചി പറയണത്, ഇനി എന്നോട് ഇത് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് ചാടി ചാവട്ടോ എന്ന് പറയണം. അയ്യോ സച്ചേട്ടൻ അങ്ങനെ പറ്റുമോ, എന്നെ വിട്ടിട്ട് പോകാനൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയില്ല സച്ചേട്ടൻ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയണ രേവതി. അങ്ങനെ ഒരു പ്രണയ ജോഡികൾ കൊക്കോരുമ്മി ഇണപ്രാവുകളെ പോലെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുകയാണ് മൂന്നാറിൽ കൂടെ. അതിൻ്റെ ഇടയിൽ കൂടെ ചോദിക്കും, സച്ചേട്ട അവിടെ ഏതോ ഒരു പൂ പൂക്കണ സമയമില്ലേ, ഉവ്വ നീലക്കുറിഞ്ഞി, അത് പൂത്തത് മാല കെട്ടിയിട്ട ഭയങ്കര സ്നേഹവും ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുക, പ്രണയവും സ്നേഹമൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയാ പറഞ്ഞപ്പോൾ
അപ്പോൾ രേവതി പറയും അങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് പൂവ് മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ എനിക്കത് കച്ചവടമാക്കാമല്ലോ, മാല കെട്ടിയിട്ട് ബിസിനസ് ആവുമല്ലോ. പറയുമ്പോൾ എൻ്റെ രേവതി നീ അവിടെയും പൂ ബിസിനസ് എടുത്തിട്ടൂലേ, എന്തിനാ ഞാനിതൊക്കെ പറയണമെന്നൊക്കെ പറയണേ. ഇല്ല ഞാൻ നിർത്തി എന്ന് പറയാണ്. അങ്ങനെ അവർ ഇണപ്രാവുകളെ പോലെ പൊരുങ്ങി മൂന്നാറിൻ്റെ മലനിരകളിൽ കൂടെ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ആ പോയോണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ആകസ്മികമായിട്ട് വന്ന് സംഭവിക്കുന്ന ഒരു കഥയുണ്ട്. അത് വേറെ ആരെയല്ല, കുറച്ച് ചെറുപ്പക്കാർ അവരും സച്ചിയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കഥ. അവർക്കെതിരെ സച്ചി പ്രതികരിക്കുന്നത്, അവരെ അടിക്കണു, അതും അതിനോട് സംബന്ധിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് പിന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. അവർ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് റൂം എടുത്തേക്കണ ആ പയ്യന്മാരും. അവർ സച്ചിയോട് പകരം വീട്ടാൻ വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് വരുന്നത് ശരിക്കും എന്തെന്നാ പറയുക, ഭയങ്കര വിഷമിപ്പിക്കുന്ന രംഗങ്ങളാണ്. അപ്പം അതിൻ്റെ കഥയാണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്